അനന്യ, നിങ്ങളുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്ന സമയത്തുള്ള അവസ്ഥയല്ല ഇത്. മുമ്പ് നമുക്ക് സ്ട്രോങ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ടുണ്ടായിരുന്ന ബിസിനസ് ഡീൽസ് ശ്രീരാഗിന്റെ ഇൻസ്ട്രക്ഷൻസിന്റെ പേരിൽ നിർത്തിവെച്ചു. അതാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഓ സോറി ബോർഡ് മെമ്പർ സർ, നോട്ട് അഗെയിൻ. ഈ ന്യൂസിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിയല്ല. ദാറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. മോത്തി, ലെറ്റ്സ് സീ യുവർ പ്ലാൻ. രവികാന്ത് അനന്യയുടെ മുത്തച്ഛന്റെ കാലം മുതൽ ബോർഡ് മെമ്പർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു. അയാളുടെ കൂടെ കഷ്ടപ്പാടിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് അനന്യയുടെ കമ്പനി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളരാൻ കാരണം. പക്ഷേ ശ്രീരാഗിന്റെ വരവോടെ രവികാന്തിന് ഒരു വോയിസും ഇല്ലാതെയായി. ഇതൊന്നും അറിയാതെയാണ് അഭിനവ് അനന്യയുടെ ഓഫീസിലേക്ക് കയറി വന്നത്. ഗുഡ് മോർണിംഗ് മിസ്സിസ് ലോബോ. വാട്ട് എ ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ മൺഡേ. എന്തുണ്ട് വിശേഷം? എന്താ ഈ ഓഫീസ് മുഴുവൻ ഡള്ളായിട്ടിരിക്കുന്നത്? നീ ഭർത്താവ് ഉദ്യോഗം നോക്കി വീട്ടുജോലി ചെയ്തിരുന്നാ മതിയോ? ഇടയ്ക്ക് ന്യൂസും ചുറ്റും നടക്കുന്ന കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഭാര്യയുടെ കമ്പനി മൂക്ക് കുത്തി വീഴാൻ പോകുന്നു. ബിസിനസ് എല്ലാം തകരാൻ പോവാ. ഞാനിതൊന്നും അറിഞ്ഞില്ല. നീ കാണ്. ഗവൺമെന്റ് ടെൻഡർ ക്യാൻസൽ ആയതുകൊണ്ട് അനന്യ മേനോന്റെ കമ്പനിയുടെ അവസ്ഥ കൂടുതൽ സങ്കീർണമാകുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന അനന്യ മേനോന്റെ കമ്പനി രക്ഷപ്പെടണമെങ്കിൽ 200 കോടി രൂപ വേണം. അനന്യ മേനോന്റെ ടെൻഡർ ഇപ്പോൾ അഹൂജ ഇൻഡസ്ട്രി കൈക്കലാക്കിയിരിക്കുകയാണ്. ഹലോ മാം, ഐ വിൽ ബ്രിങ് ദ ഫയൽസ് ടു യുവർ ക്യാബിൻ റൈറ്റ് നൗ. എന്നിട്ട് അനന്യ എവിടെ? പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതൊന്ന് പോയി തരൂ. എനിക്ക് അനന്യയുടെ അടുത്ത് പോണം. ഐ നീഡ് ടു മീറ്റ് ഹെർ റൈറ്റ് നൗ. നീ ഇപ്പൊ വീട്ടിലേക്ക് പോ. അനന്യ എവിടെ? കോൺഫറൻസ് റൂമിലുണ്ട്. താങ്ക് യു മാം. അബി പോരുത്. അനന്യ, അനന്യ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കോൺഫറൻസ് റൂമിൽ ഇടിച്ചു കയറി വന്ന അഭിനവനെ എല്ലാവരും ദേഷ്യത്തിൽ നോക്കി. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം മേനോൻ കുടുംബത്തിലെ വെറുമൊരു വേലക്കാരനാണ് അഭിനവെന്ന്. അഭിനവ് പ്ലീസ് ഗെറ്റ് ഔട്ട്. അനന്യ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റും. എന്റെ മുന്നിൽ അതിന്റെ വഴികളുണ്ട്. എനിക്കൊരു അവസരം താ. കോൺഫറൻസ് റൂമാണ്. കമ്പനിയുടെ കാര്യം പറയാൻ വേണ്ടി ഇതിനകത്ത് എങ്ങനെ ധൈര്യം വന്നു? അനന്യ, ആദ്യം നീ കമ്പനിയിൽ നിന്ന് പുറത്താക്കേണ്ടത് ഇവനെയാണ്. ഇവനെ എന്ന് പുറത്താക്കുന്നുവോ അന്ന് ഈ കമ്പനി രക്ഷപ്പെടും. അനന്യ, ടേക്ക് യുവർ ഓൺ ഡിസിഷൻസ്. ശ്രീരാഗ് അഭിനവനെ കോൺഫറൻസ് ഹാളിന് പുറത്തേക്ക് ഇറക്കി വിട്ടു. സെക്യൂരിറ്റി, ഇവനെ ഇറക്കി വിട്. സെക്യൂരിറ്റി അഭിനവനെ ഇറക്കിവിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ റിസപ്ഷനിസ്റ്റ് അവിടേക്ക് നടന്നു വന്നു. സർ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ് മാറ്റർ. യു ക്യാൻ ഗോ ഇൻസൈഡ് ഫോർ ദ മീറ്റിംഗ്. ശരി, നിങ്ങൾ ഫയൽസ് കൊണ്ടുവന്നല്ലോ, ഇവനെ ഇറക്കി വിട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീരാഗ് കോൺഫറൻസ് ഹാളിന്റെ ഉള്ളിലേക്ക് കയറി. അവനെ വിട്. പിടിച്ച് പുറത്താക്കാൻ അവൻ കള്ളനല്ല. ഈ കമ്പനിയുടെ മുതലാളി അനന്യയുടെ ഭർത്താവാണ്, മേനോൻ കുടുംബത്തിന്റെ മരുമകൻ. അതെല്ലാം നിങ്ങൾ മറന്നുപോയോ? താങ്ക് യു മിസ്സിസ് ലോബോ. നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹം അവളുടെ അമ്മ പോലും അവളോട് കാണിക്കുന്നില്ല. യു ഇഡിയറ്റ്, കം വിത്ത് മീ റൈറ്റ് നൗ. നിനക്ക് എങ്ങനെ ഈ കമ്പനിയുടെ ക്രൈസിസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നത്? എന്നോട് ആരും ഒന്നും പറയാറില്ല. എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം. അത് കിട്ടിയില്ലെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. എന്ത് ഇൻഫർമേഷനാണ് നിനക്ക് വേണ്ടത്? എനിക്ക് ഈ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം. ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം. അതിനുശേഷം ബാലൻസ് ഷീറ്റും കാണും. അത് കണ്ടല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അബി, നീ എല്ലാം കണ്ടതല്ലേ? എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്? കമ്പനിയുടെ ഒരു എംപ്ലോയി പോലും നിന്റെ അത്ര ആത്മാർത്ഥത കാണിക്കുന്നില്ല. ഇങ്ങനെ പോയ എങ്ങനെ കമ്പനി രക്ഷപ്പെടുന്നത്? ആ, നിന്റെ വാക്ക് കേൾക്കുന്ന ഒരാള് ഈ ഓഫീസിലുണ്ട്. ആരാണ്? രവികാന്ത് സർ. അദ്ദേഹം അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ് മേനോന്റെ കാലം തൊട്ട് ഇവിടെയുണ്ട്. അയാൾ അദ്ദേഹവുമായി ഭയങ്കര ക്ലോസ് ആയിരുന്നു. ശ്രീരാഗ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ വോയിസ് ഇല്ലാതെ. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ആ രവികാന്ത് ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറാ. ഓരോ മണിക്കൂറിലും ഓരോ സിഗരറ്റ് വേണം. നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. അയാൾ എന്തായാലും സിഗരറ്റ് വലിക്കാൻ ഇങ്ങോട്ടേക്ക് വരും. അപ്പോ നീ ഇടിച്ചു കയറി അയാളോട് സംസാരിച്ചാൽ മതി. അയാളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണം. ഐ എം ഷുവർ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, എനിക്കിപ്പോൾ പോണം. ഓൾ ദി ബെസ്റ്റ്. കുറച്ചുനേരം കാത്തിരുന്ന ശേഷം അഭിനവ് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ഹലോ, ക്യാബിനറ്റ് മിനിസ്റ്റർ അല്ലേ? എന്തുണ്ട് വിശേഷം? ഹലോ അഭിനവ് സാർ, എന്തു പറ്റി വിളിക്കാൻ? എന്നെ കൊണ്ട് എന്ത് സഹായം വേണ്ടത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചെറിയൊരു സഹായം വേണം. ഒരു സാധാരണ ഡെലിവറി ബോയ്ക്ക് കേന്ദ്രമന്ത്രിയുമായി എന്ത് ബന്ധമാണുള്ളത്? കേന്ദ്രമന്ത്രി എങ്ങനെയാണ് അഭിനവനോട് ഇത്ര വിനയത്തോടെ സംസാരിച്ചത്? ഫോണിലൂടെ അഭിനവ് തനിക്ക് വേണ്ട സഹായം ആവശ്യപ്പെട്ടു. അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ രവികാന്ത് സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. മന്ത്രി സാറേ, ഞാൻ പറഞ്ഞ കാര്യം സീക്രട്ട് ആയിരിക്കണം. കാര്യം നടന്നിട്ട് എന്നെ തിരിച്ചു വിളിക്കണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ? രവികാന്ത് സാർ,
നിങ്ങളുടെ ഈ കമ്പനിയിൽ DK അസോസിയേറ്റ്സുമായി ഇപ്പോഴുള്ള ബന്ധം എങ്ങനെയാണ്? DK അസോസിയേഷൻസിന് നമ്മുടെ കമ്പനിയുമായി വളരെ അടുപ്പമാണ്. പക്ഷെ അഭിനവ്, നിനക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി അറിയാവുന്നത്? അയാൾ അങ്ങനെ ചോദിച്ച ഉടനെ തന്നെ അഭിനവ് അയാളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ രവികാന്ത് അയാൾ വലിക്കാൻ വെച്ചിരുന്ന സിഗരറ്റ് അകത്തേക്ക് വെച്ച് അഭിനവിനെ കോൺഫറൻസ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എടാ ദരിദ്രവാസി അഭിനവ്, നീ ഇതുവരെ പോയില്ലേ? ശ്രീരാവ്, ബിഹേവ് യുവർ സെൽഫ്. അനന്യ, നമുക്ക് അഭിനവിന് ഒരു അവസരം കൊടുക്കാം. ഹി ഹാസ് ആൻ എക്സലന്റ് പ്ലാൻ. പ്ലാനോ? പാലാരി വട്ടത് തട്ടുകട ഇടാനുള്ള പ്ലാൻ ആയിരിക്കും. എടാ ശ്രീരാഗേ, നിന്റെ പ്രായത്തേക്കാൾ എക്സ്പീരിയൻസ് എനിക്ക് ഈ കമ്പനിയിലുണ്ട്. നിങ്ങൾ അഭിനവ് പറയുന്ന ഒന്ന് കേൾക്ക്. ഹി ഹാസ് എ പോയിന്റ്. അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങളെന്താ അവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചോ? എല്ലാവരും കൂടി അഭിനവിനെ കളിയാക്കിയപ്പോൾ അനന്യ അവളുടെ മുത്തച്ഛൻ മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞത് ഓർത്തു. മോളെ, നിന്നെ കൊണ്ട് അഭിനവിനെ കല്യാണം കഴിപ്പിച്ചതില് മുത്തച്ഛന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അവൻ നിനക്ക് ഏറ്റവും നല്ല പാർട്ട്ണറായിരിക്കും. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ. നിനക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും അവൻ മാത്രമേ നിനക്കെന്നും കൂട്ടായിട്ടുണ്ടായിരിക്കുള്ളൂ. മുന്നിൽ നടക്കുന്ന വഴക്ക് കൂടിയപ്പോൾ അനന്യ ദേഷ്യത്തിൽ എഴുന്നേറ്റു. ശ്രീരാഗ്, മര്യാദയ്ക്ക് സംസാരിക്കേ. ഈ കമ്പനി നിന്റെ അല്ല, എന്റെയാ. എല്ലാ ഡിസിഷൻസിന്റെയും വീറ്റോ പവർ എന്റെ കയ്യിലാ. സിറ്റ് ഡൗൺ. അഭിനവ്, ഇരിക്കെ. നീ പറ. അനന്യ തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരുങ്ങിയപ്പോൾ അഭിനവന് സന്തോഷമായി. രവികാന്ത് അഭിനവനെ തന്റെ അടുത്തുള്ള കസേരയിൽ ഇരുത്തി. അനന്യ, എനിക്ക് ആദ്യം കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് വേണം. എല്ലാത്തിനും പുറമെ എനിക്ക് ബാലൻസ് ഷീറ്റും കാണണം. അത് കാണാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ദിസ് ഈസ് ടു മച്ച്. നമ്മൾ അങ്ങനെ ഇതുവരെ ആരോടും കമ്പനി ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടില്ല. മോഹിത്, ഫയല് അഭിനവിന് കൊടുക്ക്. നീ ഇപ്പോഴും ഈ പൊട്ടന്റെ വാക്ക് വിശ്വസിക്കുകയാണോ? പാസ് ഫയൽ. ശ്രീരാഗ്, വൈ ഡോണ്ട് യു മൈൻഡ് യുവർ ലാംഗ്വേജ്? അഭിനവ് എന്റെ ഭർത്താവാന്ന കാര്യം നീ എന്താ ഓർക്കാത്തെ? 2 വർഷത്തിന് ശേഷമാണ് അനന്യ അഭിനവനെ തന്റെ ഭർത്താവായി പൊതുസ്ഥലത്ത് വെച്ച് അംഗീകരിക്കുന്നത്. അതവന് കൂടുതൽ സന്തോഷം നൽകി. ഓഡിറ്റർ കൊടുത്ത ഫയൽ അഭിനവ് പരിശോധിക്കാൻ തുടങ്ങി. അനന്യ, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എന്തോ തിരിമറി നടന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിലെ ലാസ്റ്റ് ട്രാൻസാക്ഷനിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. നീ എന്ത് തേങ്ങയാ പറയുന്നത്? ഇത് ചുമ്മാവിന്റെ ഷോയാ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ. ഈ കമ്പനി തകരുന്നത് നീ എങ്ങനെ തടയുമെന്ന് ആദ്യം പറ. നീ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ഷെയർ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ കമ്പനിയുടെ ഷെയർ ബൈബാക്ക് ചെയ്യാൻ പോവാ. ബ്രില്യൻ്റ് ഐഡിയ. നീ എന്താ വിചാരിച്ചേ? ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല എന്നാണോ നീ കരുതിയത്? അഭിനവ്, നമ്മുടെ കയ്യിൽ ഫണ്ട് കുറവാ. ഓൾറൈറ്റ്, ലെറ്റ് മീ മേക്ക് എ കോൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് ഫോൺ എടുത്ത് വിളിച്ചു. അവൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് കോൺഫറൻസ് ഹാളിലിരുന്ന് അനന്യ ഉൾപ്പെടെയുള്ള എല്ലാവരും ഞെട്ടി. മിസ്റ്റർ വിക്രം, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്ക്. DK കമ്പനി ഫണ്ടിൽ നിന്ന് 500 കോടി ഞാൻ പറയുന്ന കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം DK കമ്പനി ഞാൻ പറയുന്ന കമ്പനിയുമായി മെർജ് ആയി എന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യും ഉടനെ തന്നെ. പിന്നെ നീ അഹൂജ കമ്പനിയുടെ എല്ലാ ഷെയറും ക്യാൻസൽ ചെയ്യും. രവികാന്ത് ഒഴികെ എല്ലാവരും അഭിനവ് പറയുന്നത് കേട്ടുണ്ടായ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. ഇത്രയും വലിയ കാര്യങ്ങൾ തന്റെ ഭർത്താവ് എങ്ങനെയാണ് പറയുന്നതെന്ന് അനന്യയും ആലോചിച്ചു. ഇത്രയും വലിയ കമ്പനി മുതലാളിയുമായി അഭിനവ് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി സംസാരിച്ചതെന്ന് അവൾ ചിന്തിച്ചു. അഭിനവ്, നീ ആരാ? അനന്യയുടെ ഈ ചോദ്യം കേട്ട് അഭിനവ് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഭർത്താവ് ഉദ്യോഗം നോക്കി നടക്കുന്ന അഭിനവ് എങ്ങനെയാണ് മുങ്ങിക്കൊണ്ടിരുന്ന അനന്യയുടെ കമ്പനിയെ രക്ഷിച്ചത്? 500 കോടി എങ്ങനെയാണ് ഒരു സാധാരണ പയ്യന്റെ കയ്യിൽ ഒരു നിമിഷം കൊണ്ട് വന്നത്? DK പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എങ്ങനെയാണ് അനന്യയുടെ കമ്പനിയുമായി ഇത്ര നിസ്സാരമായി മെർജായത്? ഗവൺമെന്റ് ടെൻഡർ അനന്യയുടെ കയ്യിൽ നിന്ന് പോവാൻ കാരണം ശ്രീരാഗും മോത്തിക്കുമാണെന്ന് ശ്രീരാഗ് അറിഞ്ഞു. അഭിനവ് എന്താണ് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ട സഹായം? ഇതിനെ എല്ലാത്തിനുമുള്ള ഉത്തരം അറിയണമെങ്കിൽ
ഇൻസ്റ്റാൾ ബട്ടണിൽ ഞെക്കി ഉടനെ തന്നെ പോക്കറ്റ് എഫ് എമ്മിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.